Hi friends, welcome to Easy Tech. Today's section is on soil properties. So let's get started. Hi friends, ഈ സെക്ഷനിൽ സോയിൽ പ്രോപ്പർട്ടീസ്, സോയിൽ ക്ലാസിഫിക്കേഷൻ ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോയിൽ പ്രോപ്പർട്ടീസ്, ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആദ്യം നോക്കാം. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് യൂസ്ഡ് ഫോർ വേരിയസ് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് permeability, compressibility and shear strength. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് അപ്കമിംഗ് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അടുത്തതാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് helps to determine engineering behavior of the soil and it also helps in soil classification. Index properties includes grain size distribution, consistency limits and relative density. First of all, we move on to consistency limits. Consistency limits is otherwise called Atterberg limits. Atterberg classifies the entire range of soil into solid state, semi-solid state, plastic state and liquid state. ഈ ഗ്രാഫ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഇത് വാട്ടർ കണ്ടന്റ് വേഴ്സസ് വോളിയം ഗ്രാഫ് ആണ്. ഇതിൽ സോളിഡ് സ്റ്റേറ്റ്, സെമി സോളിഡ് സ്റ്റേറ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ഈ 4 സ്റ്റേറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ് ഇതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമുക്ക് ലിക്വിഡ് ലിമിറ്റ് നോക്കാം. ലിക്വിഡ് ലിമിറ്റ് ഈസ് ദ വാട്ടർ കണ്ടന്റ് ബിറ്റ്വീൻ liquid state and plastic state. It can be defined as the minimum water content at which soil is still exists in liquid state, or liquid limit is the minimum water content at which a groove which is made by a standard grooving tool will flow together for a distance of about 10 mm by 25 number of blows. ഈ ഒരു പ്രിൻസിപ്പിളാണ് കസഗ്രാൻഡെ ലിക്വിഡ് ലിമിറ്റ് അപ്പാരറ്റസ് ഉപയോഗിച്ച് ലിക്വിഡ് ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്. പ്ലാസ്റ്റിക് ലിമിറ്റ് ഈസ് ദ വാട്ടർ കണ്ടന്റ് ബിറ്റ്വീൻ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആൻഡ് സെമി സോളിഡ് സ്റ്റേറ്റ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മിനിമം വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് a soil can be rolled into a thread of diameter about 3 mm without crumbling. Plastic limit test or thread test ഇതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ്. ഷ്രിങ്കേജ് ലിമിറ്റ് ഈസ് ദ മിനിമം വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് soil is fully saturated. It can be defined as the water content such that further reduction in water content from this value will not cause any reduction in the volume. ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാകും ഷ്രിങ്കേജ് ലിമിറ്റിന് ശേഷം വാട്ടർ കണ്ടന്റ് എത്ര റെഡ്യൂസ് ചെയ്തിട്ടും വോളിയം കോൺസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ടേംസ് ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആൻഡ് ഷ്രിങ്കേജ് ഇൻഡെക്സ്. First, plasticity index. Plasticity index can be represented by I suffix P and it is the difference between liquid limit and plastic limit. So, I suffix P is equal to liquid limit minus plastic limit. ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് PSCയിൽ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നെക്സ്റ്റ് ടേം ആണ് ഷ്രിങ്കേജ് ഇൻഡെക്സ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് I suffix S and it is the difference between plastic limit and shrinkage limit. So I suffix S is equal to
plastic limit minus shrinkage limit. Let's move on to first question. The moisture content of clayey soil is gradually decreased from a large value. What will be the correct sequence of occurrence of the following limits? 1. Shrinkage limit. 2. Plastic limit. 3. Liquid limit. Select the correct answer. Options A 1, 2, 3, B 1, 3, 2, C 3, 2, 1 and D 3, 1, 2. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാകും. ലിക്വിഡ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ plastic limit greater than shrinkage limit. So the answer is option C. Next question. Which of the following soils have plasticity index 20? Options A sand, B clay, C silt and D compacted sand. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് ഓരോ സോയിൽസിൻ്റെയും പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വാല്യൂ നോക്കാം. ഫസ്റ്റ് സാൻഡ്. സാൻഡിൻ്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 0 ആയിരിക്കും. ബിക്കോസ് സാൻഡ് ഈസ് നോൺ പ്ലാസ്റ്റിക്. നെക്സ്റ്റ് സിൽട്ട്. സിൽട്ടിൻ്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വാല്യൂ varies between 10 to 50. Clay. Clayey soils have plasticity index value greater than 50. നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വാല്യൂ 20 ആണ് തന്നത്. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് വാല്യൂ 20 വരുന്നത് ക്ലേക്കാണ്. സോ answer is option B clay. Next, based on plasticity index, soil consistencies are if plasticity index is 0, then soil is non-plastic. Plasticity index value between 0 and 7. Soil is low plastic. IP between 7 to 17 ആണെങ്കിൽ soil medium plastic. If IP is greater than 17, then soil is highly plastic. Next question. Liquidity index is given by options A W minus WP divided by WL minus WP, B WP minus W divided by WL minus WP, C W plus WP divided by WL minus WP and D W plus WP divided by WL plus WP. Liquidity index equation നോക്കാം. Liquidity index is represented by I suffix L and it is equal to natural water content minus plastic limit divided by liquid limit minus plastic limit. നമുക്കറിയാം liquid limit minus plastic limit is equal to
plasticity index. So liquidity index can also be written as natural water content minus plastic limit divided by plasticity index. So നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ എ. ലിക്വിഡിറ്റി ഇൻഡെക്സിൻ്റെ കൂടെ തന്നെ പറയുന്ന വേറൊരു ടേം ആണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്, ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ I suffix C, and consistency index is equal to liquid limit minus water content divided by liquid limit minus plastic limit. Liquid limit minus plastic limit is equal to plasticity index. So consistency index is equal to liquid limit minus water content divided by plasticity index. Consistency index-നെ relative consistency എന്നും പറയും. Similarly, liquidity index, water elasticity ratio. ഈ liquidity indexും consistency index are inverse of each other and both indicates shear strength of soil. As consistency index increases, shear strength of soil increases, and as liquidity index increases, shear strength of soil decreases. Next question. Consistency index less than 1 indicates that options A. Soil is in plastic state, B. Soil is at the plastic limit, C. Soil is at the liquid limit, and option D. Soil is at the liquid state. നമുക്ക് കൺസിസ്റ്റൻസി ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ അറിയാം. കൺസിസ്റ്റൻസി ഇൻഡെക്സ് is equal to liquid limit minus water content divided by liquid limit minus plastic limit. IC value less than 1 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. It indicates that liquid limit is lesser than natural water content. Liquid limit is less than natural water content. അറ്റർബർഗ് ലിമിറ്റിൻ്റെ ഗ്രാഫ് നോക്കാം. ലിക്വിഡ് സ്റ്റേറ്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. നമുക്കിവിടെ ഇപ്പം ഇത് ആവശ്യമുള്ളൂ. ലിക്വിഡ് ലിമിറ്റ്, നാച്ചുറൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ലിക്വിഡ് ലിമിറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് സോയിൽ ഇവിടെ ആയിരിക്കും ഉണ്ടാകുക. അതായത് സോയിൽ ഈസ് അറ്റ് ലിക്വിഡ് സ്റ്റേറ്റ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഫ്ലോ ഇൻഡെക്സ് ആൻഡ് ടഫ്നെസ് ഇൻഡെക്സ്. ഫ്ലോ ഇൻഡെക്സ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ഫ്ലോ കർവ് and it is obtained by plotting the results of Casagrande liquid limit test in a log scale. Log axis-ൽ number of blows and ഇവിടെ water content ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. And flow index, it is represented as I suffix F.
and is equal to W1 minus W2 divided by log to the base 10 N2 minus log to the base 10 N1, and flow index is inversely proportional to shear strength of soil. Flow index കഴിഞ്ഞു. അടുത്തതാണ് toughness index. Toughness index is represented as I suffix T, and toughness index is equal to plasticity index divided by flow index. Toughness index value less than 1 indicates that soil is friable.